Hello guys, welcome back to Ejipod. Once again, it's me, Salsabin. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നാലാമത്തെ ചോദ്യം ഉണ്ടോ. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ നമ്മുടെ പബ്ലിക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു നാലാമത്തെ ചോദ്യമാണ്. നോക്കിക്കൊള്ളട്ടെ, ആ ചോദ്യം ഇതാണ് കേട്ടോ. 1991 നമുക്കറിയാം എക്കണോമിക് റിഫോംസ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്തായിരുന്നു? ന്യൂ ഇക്കണോമിക് പോളിസി അഥവാ പുത്തൻ സാമ്പത്തിക നയം 1991 കൊണ്ടുവന്നു. അന്ന് കൊണ്ടുവന്ന സമയത്ത് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു പി വി നരസിംഹറാവു എന്ന് പറഞ്ഞ് നരസിംഹറാവു ആയിരുന്നു അന്നത്തെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ് അല്ലേ. നരസിംഹറാവു ആയിരുന്നു അന്നുണ്ടായിരുന്നത്. അതേപോലെ അന്നത്തെ ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു വേറെ ആരില്ല, ഡോക്ടർ മൻമോഹൻ സിംഗ് ആണല്ലേ. ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ വൺ വേർഡ് ചോദിക്കുന്ന ചോദ്യം കേട്ടോ. ഇത് വൺ വേർഡ് ചോദിക്കുന്നതിന് അപ്പോൾ ഇനി വൺ വേർഡ് അല്ല, വലിയ മാർക്കിന് 8 മാർക്കിന് എസ് ചോദിക്കണം എന്ത് എഴുതണം. അതായത് 1991 റിഫോംസ് കൊണ്ടുവരാനുള്ള കാരണങ്ങൾ എന്തായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമായത് എന്തായിരുന്നു, നമ്മളോട് ചോദിച്ച കാര്യം എന്താ പറയുക. പച്ചയായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടാണ് ചോദിച്ചത്. ഓക്കെ, അതിൻ്റെ പശ്ചാത്തലമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പശ്ചാത്തലം എന്താണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണ് ആ പശ്ചാത്തലം നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നോക്കിക്കോളൂ. ഒന്നാമത്തെ കാര്യം പറയുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നാമത്തെ കാര്യം പറയുന്നുണ്ട്. നോക്കിക്കോളൂ, മെയിനായിട്ട് പറയുന്നത് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഇൻ ദ കൺട്രി. നമുക്കറിയാം 1.5 വർഷം കൊണ്ട് എത്രയാണ് 3 പ്രൈം മിനിസ്റ്റർമാർ എത്ര വർഷം കൊണ്ടാണ് 1.5 വർഷം കൊണ്ട് ഇന്ത്യൻ ചരിത്രത്തിൽ വന്നുപോയി. ഓക്കെ, അപ്പോൾ 1.5 വർഷത്തിൻ്റെ ഇടയ്ക്ക് 3 പ്രൈം മിനിസ്റ്റർമാർ അവിടെ വന്നു പോയെങ്കിൽ നിങ്ങൾ ആലോചിച്ചൊക്കെ എന്തായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി വലിയൊരു കാരണമായിരുന്നു. സെക്കൻഡ് വൺ, ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് ദ ഇന്ത്യൻ എക്കോണമി. ഓക്കെ, ഈ പറഞ്ഞ എക്കോണമിയിൽ 1980 ആയപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ മരണത്തോട് കൂടിയിട്ടൊക്കെ എന്ത് ചെയ്യാണ്, ഇന്ത്യൻ എക്കോണമിയുടെ കണ്ടീഷൻ വളരെ മോശമായി മാറുകയാണ്. അപ്പോൾ ഇൻഎഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇന്ത്യൻ എക്കോണമിയെ പിന്നീട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് 91 നമ്മൾ റിഫോംസ് കൊണ്ടുവന്നത്. ദെൻ തേർഡ് വൺ, ഫോറിൻ എക്സ്ചേഞ്ച് എന്ത് ചെയ്തു, വിദേശ വ്യാപാരത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോറെക്സ് എന്നറിയപ്പെടുന്ന ഫോറിൻ എക്സ്ചേഞ്ച്. ഓക്കെ, ഈ പറഞ്ഞ ഫോറിൻ എക്സ്ചേഞ്ച് എന്ത് ചെയ്തു, മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ആളുകളുടെ കൺസംഷൻ നീഡ്സിന് വേണ്ടി ഉപയോഗിച്ചു. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഉപയോഗിക്കണമെന്നാണ് വിദേശ വ്യാപാരത്തിന് വേണ്ടിയിട്ട് അല്ലേ. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ചിലവിനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഈ പണം ഉപയോഗിച്ചു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ടൂർ പോകാൻ വേണ്ടി നിങ്ങൾ എടുത്ത് വെച്ചാൽ 10,000 രൂപ എന്ന് പറയുന്ന ഒരു എമൗണ്ട് ഉണ്ട്. അതെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ടൂർ നടക്കില്ല, ഫുഡ് കഴിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലേ. അതേപോലെ ഈ പറഞ്ഞ ഫോറിൻ എക്സ്ചേഞ്ചിന് വേണ്ടി എടുക്കേണ്ട പൈസ എന്ത് ചെയ്തു, കൺസംഷൻ നീഡ്സിന് വേണ്ടി നമ്മൾ ചിലവഴിക്കാൻ തുടങ്ങി. അപ്പം അത് വലിയൊരു പ്രശ്നമായിരുന്നു. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർത്ത് എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ച് റവന്യൂ ഡിക്ലൈൻഡ്. എന്ത് ചെയ്തു, നമ്മുടെ ഫോറക്സ് എന്ത് ചെയ്തു, കുറഞ്ഞു. ഫോറക്സിൻ്റെ ലെവൽ വളരെ കുറഞ്ഞു. എത്രയാണ് പറയുന്നത്, ഫോറക്സിൻ്റെ ലെവൽ കുറഞ്ഞു എന്ന് പറയുന്നത് വെറും 2 ആഴ്ച മാത്രം എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യാനുള്ള, അഥവാ നമുക്ക് പറയുന്നത് വെറും 2 ആഴ്ച മാത്രം ഇറക്കുമതി ചെയ്യാനുള്ള പണം മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ, ഇന്ത്യയുടെ കയ്യിൽ അക്കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. ദെൻ അടുത്ത് പറയുന്നത് ഗൾഫ് യുദ്ധങ്ങൾ അല്ലേ. ഗൾഫ് യുദ്ധങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, നോർമലി ഗൾഫ് രാജ്യങ്ങളായ കുവൈത്തും ഇറാഖുകളൊക്കെ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവിടെ നോർമലി ഉണ്ടായിരുന്ന വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു, ക്രൂഡ് ഓയിൽ ക്രൈസിസ് വന്നു. ഓക്കെ, നമുക്ക് ഈ പറഞ്ഞ ആഭ്യന്തര രീതിയിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്ന അവരുടെ പെട്രോളിയം പ്രോഡക്റ്റുകൾ നമുക്ക് കിട്ടാതെയായി. അപ്പോൾ ഗൾഫ് വാർ ഇതിന് വലിയൊരു കാരണമായി മാറി. ദെൻ സ്ലോ ഗ്രോത്ത് ഓഫ് ദി എക്കോണമി. ഓക്കെ, എക്കോണമിയുടെ ഗ്രോത്ത് എന്തായിരുന്നു, വളരെ ഡൗൺ ആയിരുന്നു. എക്കോണമിയുടെ ഗ്രോത്ത് വളരെ ഡൗൺ ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോണമിക്ക് വളർച്ചയില്ലാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ അടുത്ത് പറയുന്നത് പുവർ പെർഫോമൻസ് ഓഫ് ദി പബ്ലിക് സെക്ടർ. ഓക്കെ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതിനെ നമ്മൾ പബ്ലിക് സെക്ടർ എന്ന് വിളിക്കുക. നമ്മളതിനെ ഇപ്പോൾ എന്ത് വിളിക്കാറില്ലേ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എന്ന് വിളിക്കാറുണ്ട്, PSUs എന്ന് വിളിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ മോശമായിരുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് പ്രൈസ് റൈസ്. ഓക്കെ, എന്താണ്, വിലക്കയറ്റം രൂക്ഷമായിട്ടായിരുന്നു അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതുപോലെ അതെന്തിനെയൊക്കെ ബാധിച്ചിരുന്നു, എസെൻഷ്യൽ ഗുഡ്സ്, അവശ്യ വസ്തുക്കളെ പോലും കടുത്ത വിലയായിരുന്നു ബാധിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാരണമാണ് ഈ പറഞ്ഞിരിക്കുന്ന റിഫോംസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മലയാളം കൊടുത്തിന് ഒന്നാമത്തത് രാജ്യത്തുണ്ടായിരുന്ന രാഷ്ട്രീയ അസ്ഥിരത, രണ്ടാമത്തത് 1980കളിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ കാര്യക്ഷമല്ലാത്ത മാനേജ്മെൻറ്റ്, അത് ശരിയായിരുന്നു. മൂന്നാമത്തെ ഉപഭോക്തൃ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വിദേശ നാണയം എന്ത് ചെയ്തു, ചിലവഴിച്ചു. വലിയ തെറ്റാണ് ചെയ്തു കഴിഞ്ഞത്. ദെൻ വിദേശ നാണയ കരുതൽ ശേഖരം 2 ആഴ്ചയിലേറെ ഇറക്കുമതിക്ക് സഹായം നൽകാൻ വേണ്ടി മാത്രം ഉള്ളതായി മാറുകയാണ് ചെയ്തത്. അത്രയും നിലയിലേക്ക് എന്ത് ചെയ്തു, കുറേ കാരണം എന്ന് പറയുന്നത് എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന വിദേശ നാണയ കരുതൽ ശേഖരത്തെക്കുറിച്ചുള്ള കാര്യം കൃത്യമായിട്ട് അറിയാത്തതിന്. ഓക്കെ, ദെൻ പറഞ്ഞ ഗൾഫ് യുദ്ധം വന്നു. അടുത്ത് പറഞ്ഞത് സമ്പദ് വ്യവസ്ഥയുടെ മന്ദഗതിയിലുള്ള വളർച്ച, അഥവാ സ്ലോ ഗ്രോത്ത് ആയിരുന്നു അല്ലെ, സ്ലോ പേസിലായിരുന്നു നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച എന്ന് പറയുന്നത്. ഓക്കെ, സ്ലോ പേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് പറയുന്നത് പൊതുമേഖലയുടെ മോശം പ്രകടനത്തിനും എന്ത് ചെയ്തു, ഈ പറഞ്ഞിരിക്കുന്ന കാലഘട്ടം സാക്ഷിയായി. ദെൻ ലാസ്റ്റ് വൺ, അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും എന്ത് ചെയ്തു, ഈ പറഞ്ഞിരിക്കുന്ന
കാലഘട്ടം എന്തായിരുന്നു സാക്ഷിയായി മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക, മെയിനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അത് കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ഇറ്റ്സ് മീ സൽസബിൻ പി എസ് സൈനിങ് ഔട്ട് ഫ്രം എജുപോഡ്. ബൈ.